കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും കോമൺ ആയിട്ടൊരു അപകടമാണ് തീപ്പൊള്ളലേൽക്കുക എന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ് തീപ്പൊള്ളലേറ്റാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സോണി രാജു. വെൽക്കം ടു ഡോക്ടർ എക്സ്പ്ലെയിൻഡ്. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ വിശദീകരണം നൽകുന്നു. ബേൺസ് അഥവാ പൊള്ളലേൽക്കുക എന്നത് പറയുന്നത് പലതരത്തിലുള്ള സോഴ്സുകളിൽ നിന്ന് സംഭവിക്കാം. നമ്മുടെ വീട്ടിൽ ചായയോ കാപ്പിയോ ഒക്കെ തിളപ്പിക്കുമ്പോൾ ആ ചൂടുവെള്ളത്തിൽ നിന്നോ, അല്ലെങ്കിൽ അവയിൽ നിന്ന് പൊങ്ങുന്ന ആവിയിൽ നിന്നോ, അല്ലെങ്കിൽ തീയിൽ നിന്ന് ഡയറക്റ്റായോ, ഇടിമിന്നലിൽ നിന്നോ, കറണ്ടിൽ നിന്നോ, നമ്മൾ ഉപയോഗിക്കുന്ന ചില തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസിൽ നിന്നോ ഒക്കെ നമുക്ക് പൊള്ളലേൽക്കാം. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ആ പൊള്ളലേറ്റ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് പ്രധാനമായിട്ടും 2 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും മുകളിലുള്ള എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ ലെയറും അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഡെർമിസും. അതിൻ്റെ താഴെയാണ് നമ്മുടെ മസിൽസും ബോൺസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഡീപ്പർ ആയിട്ടുള്ള ലെയറുകളിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ബേൺസിൻ്റെ സിവിയറിറ്റി കൂടുതലായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ഈ ബേൺസിൻ്റെ സിവിയറിറ്റി കൂടാതിരിക്കാൻ നമുക്ക് സഹായിക്കാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഭാഗത്തെ പൊള്ളലേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചൂട് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പൊള്ളലേറ്റ ഭാഗത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പൊള്ളലേറ്റ ഭാഗം, അത് കയ്യോ കാലോ ഒക്കെ ആയിരിക്കും യൂഷ്വലി, അത് ഒരു തുറന്നിട്ട ടാപ്പിൻ്റെ കീഴിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കുക. ഇങ്ങനെ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കി വെക്കുക. ഇനി ഇത് രണ്ടും പറ്റാത്തൊരു സാഹചര്യമുള്ള സ്ഥലത്താണ് നമ്മുടെ ഏറ്റിരിക്കുന്നതെങ്കിൽ, അതായത് ഉദാഹരണത്തിന് നമ്മുടെ മുഖത്തോ നെഞ്ചിലോ അങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് ടാപ്പിനടിയിൽ കുറച്ച് നേരം നിൽക്കാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു വൃത്തിയായിട്ടുള്ള ഒരു കോട്ടൺ തുണിയോ ഗോസോ ഒക്കെ എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ ഭാഗത്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ആ ഭാഗത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാനാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഭാഗത്തെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ ബേൺസിൻ്റെ ആഘാതം ഏൽക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് തടയാൻ ഒരു പരിധിവരെയെങ്കിലും സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഐസ് അല്ല വെക്കേണ്ടത്. ഐസ് വെക്കുമ്പോൾ ആ ഭാഗത്തുള്ള ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയമാണ് ഇതിന് ശേഷം നമ്മൾ അവിടെ എന്താണ് പുരട്ടേണ്ടതെന്ന്. ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രാക്ടീസും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലരും ചെയ്യാറുള്ള ഒരു സംഭവമാണ് അവിടെ ടൂത്ത് പേസ്റ്റ് വെക്കുക എന്നുള്ളത്. ഇതൊരു തെറ്റായിട്ടുള്ള പ്രാക്ടീസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല വസ്തുക്കളും അവിടെ പുരട്ടിക്കൊണ്ട് ആളുകൾ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. ഉദാഹരണത്തിന് കാപ്പിപ്പൊടി, ചായപ്പൊടി, എണ്ണ, നെയ്യ്, അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളും ആ ഭാഗത്ത് പുരട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഇതൊന്നും ശരിയായിട്ടുള്ള പ്രാക്ടീസ് അല്ല. അങ്ങനെ പറയാൻ 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പുറത്തുനിന്നുള്ള ഇൻഫെക്ഷനുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. നമ്മൾ പൊള്ളലേൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന സ്കിന്നിൻ്റെ കുറച്ച് ലെയറുകളാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഈ പുറത്തുനിന്നുള്ള വസ്തുക്കൾ, ഇത്തരമുള്ള വസ്തുക്കൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെമ്പറേച്ചർ കുറയുന്നതിന് മുമ്പുള്ളൊരു സമയത്ത് ഇത്തരം വസ്തുക്കൾ നമ്മൾ അവിടെ പുരട്ടി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ആ സ്കിന്നിൻ്റെ മുകളിൽ ഈ പൊള്ളലേറ്റ ഭാഗത്ത് ഈ വസ്തുക്കൾ ഒരു ലെയർ ഫോം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ചൂട് പുറത്തേക്ക് കടക്കാതിരിക്കാൻ അത് സഹായിക്കുകയും അങ്ങനെ താഴേക്കുള്ള ലെയറുകളിലേക്ക് ചൂട് പോവുകയും ബേൺസിൻ്റെ ആഘാതം വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളൊന്നും നമ്മൾ ഒരിക്കലും പൊള്ളലേറ്റ ഭാഗത്ത് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഓർത്ത് വെക്കുക, പൊള്ളലേറ്റാൽ ആദ്യം തന്നെ ടൂത്ത് പേസ്റ്റ് എടുക്കാൻ ഓടാതെ ടാപ്പ് വാട്ടറിൻ്റെ കീഴെ കുറച്ച് നേരം വെക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആണ് ഐഡിയലായിട്ട് വെക്കേണ്ടത്. ഇനി അവിടെ എന്താണ് പുരട്ടാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് ഉണ്ട്. സിൽവർ സൾഫാഡൈസിൻ എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് ഉണ്ട്. അത് നമുക്ക് അവിടെ പുരട്ടാൻ സാധിക്കുന്നതാണ്. ഇതൊരു മൈൽഡായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കാണ്. ഇത് പുരട്ടുന്നത് യൂസ്ഫുള്ളാണ്. നമുക്ക് വീട്ടിൽ തന്നെ സേഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ഏരിയയിൽ മാത്രം പടർന്നിട്ടുള്ള അധികം ഡീപ്പറായിട്ടുള്ള സ്കിന്നിൻ്റെ ഡീപ്പറായിട്ടുള്ള ലെയേഴ്സിലേക്കൊന്നും പോകാത്ത, അതായത് ചെറിയ ആ പൊള്ളലേറ്റ ഏരിയയിൽ ചെറുതായിട്ട് റെഡ്നെസ് മാത്രം നിന്ന് അവസാനിക്കുന്ന തരത്തിലുള്ള ബേൺസാണ് നമുക്ക് സേഫായിട്ട് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതലുള്ള ബേൺസുകളെല്ലാം തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എത്തിച്ച് വിദഗ്ധമായ ചികിത്സ ആവശ്യമാണ്. പൊള്ളലേൽക്കലിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ
അത് നമ്മുടെ ശരീരത്തിൻ്റെ എത്ര ശതമാനം സർഫസ് ഏരിയയിലേക്ക് ബേൺസ് പടർന്നിട്ടുണ്ട് എന്നതനുസരിച്ചും നമ്മുടെ സ്കിന്നിൻ്റെ എത്ര ലെയേഴ്സിലേക്ക് ഡീപ്പായിട്ട് ഇത് പോയിട്ടുണ്ട് എന്നതനുസരിച്ചും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ലെയറിലേക്ക് പോയിട്ടുള്ള ബേൺസിന് ഹയർ ഡിഗ്രി ഓഫ് ബേൺസ്, കൂടുതൽ സിവിയർ ആയിട്ടുള്ള ബേൺസ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ സാധാരണ ചെയ്യുന്നത് പലപ്പോഴും ഇഞ്ചക്ഷനായിട്ട് ആൻറ്റിബയോട്ടിക്കുകളും ഇഞ്ചക്ഷനായിട്ട് IV ഫ്ലൂയിഡ്സുകളും പെയിൻ കില്ലേഴ്സും ഒക്കെ തരേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ സിവിയർ ആയിട്ടുള്ള ബേൺസുകൾ ഒരിക്കലും വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഫസ്റ്റ് എയ്ഡ് നൽകിയതിന് ശേഷം കൃത്യമായിട്ട് ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ എത്തിക്കുക. ഇനി പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് ഈ ബേൺസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുമിളകൾ അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചെറിയ കുമിളകൾ നമ്മളിത് പൊട്ടിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. മനസ്സിലാക്കുക, ഈ കുമിളകൾ രൂപപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ സിവിയർ ആയിട്ടുള്ള ബേൺസ് ആണ്, അതായത് 2nd ഡിഗ്രിയോ അതിന് മുകളിലുള്ള ബേൺസ് ആണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ഒരിക്കലും നമ്മൾ ഈ കുമിളകൾ പൊട്ടിക്കാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെയുള്ള അവസരങ്ങളിൽ വീട്ടിൽ വെച്ച് നമ്മൾ അൺഹൈജീനിക്കായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ അത്തരം സിവിയർ ആയിട്ടുള്ള ബേൺസുകൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ ആ ബേൺസിനെ പരിശോധിച്ച് ആ പൊള്ളലേൽക്കലിനെ പരിശോധിച്ചതിന് ശേഷം അവയുടെ വലിപ്പവും അവയുടെ അതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസ് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം തീപ്പൊള്ളലേറ്റാൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയായിരുന്നു. ഈ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്തതായിട്ട് മറ്റൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്